നമസ്കാരം. അനുഭവ സാക്ഷ്യം. ബൈബിളിലെ ഏറെ വാക്യങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്: ദൈവം എസെക്കിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്. 33-ാം അധ്യായം 8-9 വാക്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വായിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്നു പറയുകയും അവൻ തൻ്റെ ദുഷ്ടമാർഗത്തിൽ നിന്നും പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ തിന്മയിൽ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. എന്നാൽ ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ തൻ്റെ മാർഗത്തിൽ നിന്നു പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ തിന്മയിൽ മരിക്കും. എങ്കിലും നീ നിൻ്റെ ജീവനെ രക്ഷിക്കും. എൻ്റെ രാത്രി വന്ദനങ്ങളിൽ ഇത് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾ ആരും ദുഷ്ടന്മാരല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എൻ്റെ കൂട്ടുകാരായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ആരെങ്കിലും ദുഷ്ടന്മാരായി ഉണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ. അല്ലെങ്കിൽ നമ്മളെ പിന്നിൽ നിന്ന് ചവിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇനിയും തിരുത്തട്ടെ എന്നതിനു വേണ്ടിയാണ് എല്ലാ ദിവസവും ഞാൻ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ അയക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. നമ്മളുടെ സൗഹൃദങ്ങളിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് വിദൂര ബന്ധത്തിലുള്ളവരോ തെറ്റ് ചെയ്താൽ തിരുത്തുക എന്നത് അത് എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ്. ഞാനും എൻ്റെ കർത്തവ്യം തുടരുന്നു. ഏറെ സ്നേഹത്തോട് നന്ദി. രാത്രി വന്ദനം.